കെ.എസ്.ആർ.ടി.സി ചെങ്ങന്നൂർ ഡിപ്പോയുടെ പുനർനിർമ്മാണം മകരവിളക്ക് കഴിഞ്ഞാലുടൻ ആരംഭിക്കുമെന്നും ഇതിനുള്ള റീടെൻഡർ നടപടി പൂർത്തിയായതായും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചു. ഇതോടെ ശബരിമലയുടെ ഇടത്താവളം എന്ന ചെങ്ങന്നൂരിന്റെ പ്രാധാന്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നവീകരണമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ചെങ്ങന്നൂർ കെ.എസ്.ആർ.ടി.സിയുടെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള പുനർ ടെൻഡർ നടപടികളാണ് പൂർത്തിയായത്. നിലവിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഹൈടെക് നിലയിലുള്ള കെട്ടിട സമുച്ചയമാണ് ഉയരുക. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പണവും അനുവദിച്ചിട്ടുണ്ട്. പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് 15,20,000 രൂപയ്ക്കാണ് ടെൻഡർ ഉറപ്പിച്ചത്. ഇതിനു പുറമെ GST ആയി 2,70,70,000 രൂപയും കെട്ടിവച്ചതായി ഡിപ്പോ അധികൃതരും അറിയിച്ചു. മാവേലിക്കരയിൽ അനുവദിച്ച ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവർത്തനം ഏതാനും ആഴ്ചകൾക്കകം തുടങ്ങും. പരിശീലനത്തിനാവശ്യമായ പുതിയ ബസ് ഉടനെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. പുതിയ കെട്ടിടങ്ങൾ വരുന്നിടത്തെല്ലാം ഓഫീസ് വർക്ക് കണ്ടീഷൻ KSRTC മാവേലിക്കരയിൽ ഡ്രൈവിംഗ് സ്കൂൾ കൊടുക്കണം. 2-3 ദിവസത്തിനുള്ളിൽ വണ്ടി അടുത്താഴ്ച വരും. വന്നു കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം MLA താല്പര്യം കാണിച്ചുകൊണ്ടാണ് MLA നമ്മൾ KSRTC ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് മാവേലിക്കരയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഒരു വലിയ സക്സസ് ആണ്. നവീകരിച്ച കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ജീവനക്കാർക്കുള്ള അടിസ്ഥാന വിശ്രമ സൗകര്യങ്ങളും മെച്ചപ്പെടും. പാലക്കാട്, ചങ്ങനാശ്ശേരി സ്റ്റേഷനുകളിലെ തുല്യമായ AC ഡോർമെട്രി ആയിരിക്കും ചെങ്ങന്നൂരിലേതെന്നും മന്ത്രി പറഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടെ ഇന്നത്തെ ശോച്യാവസ്ഥകളെല്ലാം പരിഹാരമാകും. സർവീസിന് ഹൈടെക് നിലവാരത്തിലുള്ള പുതിയ ബസ്സുകളും ലഭ്യമാകും. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.